ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പോവാണ്. അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് പോകുന്നതിൻ്റെ തലേ ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പം എന്താ പറയുക, നീണ്ട 4 മാസങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ചിട്ട് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കോഴ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി. ഇനി തിരിച്ച് വീട്ടിൽ പോയിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ ഇവിടെ എനിക്ക് ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടി, ഒരുപാട് നല്ല ആൾക്കാരെ എനിക്ക് ഇവിടെ വന്നിട്ട് പരിചയപ്പെടാൻ സാധിച്ചു കേട്ടോ. അപ്പം ഭയങ്കര ഹാപ്പിയാണ് പോകുന്നതിൽ. പിന്നെ ഈ കുറച്ചധികം സങ്കടമുണ്ട് കേട്ടോ, കാരണം എല്ലാവരുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൽ അല്ലെങ്കിൽ നല്ലൊരു അറ്റാച്ച്മെൻറ്റിൽ വന്നപ്പോഴാണ് പോകുന്നത്. അപ്പം ഇനി വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഇവരെല്ലാവരും എനിക്ക് ഒത്തിരി മിസ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, എല്ലാവരോടും പോകുന്നതിന് മുന്നേ ഒരു ടാറ്റാ ബേബി പറയുന്നതാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ കാരണം ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നാളെ എല്ലാവരെയും ചിലപ്പോൾ എനിക്ക് കാണാൻ പറ്റിയതിരിക്കില്ല. കാരണം രാവിലെ ആകുമ്പോൾ എല്ലാവരും ജോലിക്ക് പോകും, പിന്നെ വൈകിട്ടായിരിക്കും ഞാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും രാവിലെ എനിക്ക് കാണാൻ പറ്റിയെന്നിരിക്കില്ല. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത്. എത്ര ആൾക്കാരെ കാണുമെന്നും എനിക്ക് അറിഞ്ഞൂടെ. ഇപ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ, വീഡിയോ എടുക്കുന്നത് നൈറ്റാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോകുന്നതിന് മുന്നേ ഈവനിങ് എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ വഴി കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഫസാനിറ്റയുടെ റൂമിലൊക്കെ. അപ്പോൾ പോകാം. റൂം ഇവിടെയായിരുന്നു, കാണാൻ പറ്റില്ല. അപ്പോൾ ആ കാരണം നമ്മൾ ഫസാനിറ്റയുടെ റൂം പോകാൻ ഹോസ്റ്റലിൽ വന്നിട്ട് ഫസ്റ്റ് ഫുഡായിട്ടുണ്ടാണ് വെള്ള പരിസ്ഥാനം പോകുന്നില്ല. ഞാനും മിസ് ചെയ്യും, ഫസ്റ്റ് മിസ് ചെയ്യും. നമുക്ക് അടുത്ത സ്ഥലത്ത് പോകാം. യെസ്, ലാസ്റ്റ് ഡിന്നർ. നമ്മൾ അടുത്തത് പോകുന്നത് നമ്മുടെ ഐശ്വര്യയുടെ, കീർത്തനയുടെ, പിന്നെ അൻസില ഓൾറെഡി വീട്ടിൽ പോയി. ഹലോ നമ്മുടെ സ്വന്തം ഐശ്വര്യങ്ങളെ നമ്മുടെ സ്വന്തം ഞാൻ പ്രൊജക്റ്റിൽ. അപ്പോൾ പൈസ ഇല്ല ഇവിടെ കൊടുക്കാൻ. ഹോസ്റ്റലിൽ കുറച്ച് സ്ഥലങ്ങൾ നമ്മുടെ ആൻറ്റി ഉണ്ടെങ്കിൽ കാണിച്ചു. ആൻറ്റി കാര്യം പറയട്ടെ.
ദൈവമേ ഞാൻ പറയണ്ടേ കെട്ടിപ്പിടിച്ച് കളയണം ഇവള് പോവാന്ന് എന്നെ പറ്റി 2 വാക്ക് പറയാൻ എന്റെ സ്വഭാവം ഇവിടുത്തെ പിള്ളേരെ മൊത്തം കവർന്ന് വെച്ചിരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് എന്നാ പയ്യല്ല ഇവിടുത്തെ അടുക്കളക്കാരിൽ മുതൽ ഇവിടുത്തെ വൈറ്റ് ഹൗസ് കാർ വരെ സത്യം. അപ്പൊ ശരി പിന്നെ വിളിക്കണം വരണം. അപ്പൊ എനിക്ക് അതെങ്ങനെയാ തരാതിരിക്കുള്ളൂ? ശരി അപ്പൊ നമുക്ക് ചാപ്പിൽ കാണിക്കണം പറഞ്ഞു തുറന്ന് കാണിച്ചേ നല്ലപോലെ ലൈറ്റ് ഇടട്ടെ. നമുക്ക് ചാപ്പലിൽ ലൈറ്റ് ഇട്ട് വേണം. ഇതാണ് നമ്മുടെ ചാപ്പൽ. ഇനി നമുക്ക് ഓഫീസാണ് ആന്റിയുടെ സ്വന്തം ഓഫീസ്. ഇവിടെ ക്യാമറ ഉണ്ട് കേട്ടോ. ഇവിടെയാണ് ഇവിടെ ഇല്ലല്ലോ. ഇവിടെ ഇല്ല, വെളിയിൽ ക്യാമറ ഉണ്ട്. ഇത് നമ്മുടെ പണ്ടത്തെ ഇപ്പോഴത്തെ ആൾക്കാരുണ്ടല്ലേ, ഇപ്പോഴത്തെ പണ്ടത്തെ ഇവിടെ ഓൾഡ് ആൻഡ്സ് 2 സ്ഥലത്തും പിന്നെ വേണം എല്ലാ ദിവസവും നമ്മൾ വെളിയിൽ പോകാൻ. ഇതാണ് നമ്മുടെ ഓഫീസ് റൂം. അത് നമ്മൾ പോകുന്നത് ക്യാൻറ്റീനിലോട്ടാണ്. ബേസ്മെന്റിലൊക്കെ സൈഡിലാണ് നമ്മുടെ ഡൈനിങ് ഹാൾ കാണിക്കും. ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാള്. ഇവിടെയാണ് നമ്മൾ എത്ര പേര് കൊള്ളുമെന്ന് അറിയത്തില്ല. എന്തായാലും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഡൈനിങ് ഹാളാണ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ടെറസിലോട്ടാണ്. ഇതൊക്കെ എന്താ സ്പേസ് പണ്ടത്തെ ക്യാൻറ്റീൻ ഇവിടെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. അവിടെ കൂടെ വർക്കിംഗ് ഇപ്പം അല്ലാതെ ഉണ്ട്. നേരത്തെ വാഷ് ബേസിൻ ഇതായിരുന്നു. ഇപ്പോഴത്തെ വാഷ് ബേസിൻ അകത്ത് വെച്ചാണ് കേട്ടോ. നമ്മൾ ഈ സ്റ്റെപ്പ് കയറി മുകളിൽ നല്ലൊരു പിന്നെ ഇതായിരുന്നു ഇവിടുത്തെ ഹോസ്റ്റലിൽ പ്രത്യേകത സ്കാനിങ് സ്കാൻ ചെയ്താൽ നമ്മൾ അകത്തോട്ട് കയറാൻ അത് കാണിച്ചാൽ ഇതിനകത്ത് ഷോർട്സിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. ഇത് തന്നാൽ മതി. നമ്മൾ കണ്ടോ എൻ്റെ പേര് എഴുതി വരുന്നു. നല്ല മനോഹരമായ ഫോട്ടോ കൂടെ കാണിക്കും. എന്ത് നല്ല ഫോട്ടോ. അയ്യോ ഒത്തിരി കൂടെ സൂം ചെയ്യണ്ട, നല്ല ഫോട്ടോ. അപ്പോൾ ഇങ്ങനെ സ്കാൻ ചെയ്താൽ നമ്മുടെ ഡോർ ഓപ്പൺ ആക്കുന്നത്. ഡോർ ലോക്ക് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ടെറസ് പോകാം. ഈ ഫ്ലോറിലാണ് കുറച്ചുകൂടെ ബെഡ്റൂം വിളിച്ചത്. ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോൾ തന്നെ ലേറ്റ് കൂടി. ഇവിടെ ലൈറ്റ് ഇല്ലാത്ത നമ്മുടെ കാറിൽ എന്താ പറയാ വിശാലമായ ഷോറൂം പോലെ വിശാലമായ ഡ്രസ്സാണ്. നല്ല വ്യൂ ആണ്. മൊത്തം ഫ്ലാറ്റാണ്. കാക്കനാട് ആയതുകൊണ്ട് ഫുൾ ഫ്ലാറ്റാണ്. നമുക്ക് അലക്കാൻ കല്ലുണ്ട്. ആരൊക്കെയുണ്ട് കുറച്ച് നിർവാഹമില്ല. പിള്ളേർ കളിക്കുന്നുണ്ട്. ആ സൈഡിൽ നമുക്ക് അലക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ അലക്കമുള്ള സ്പേസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹോസ്റ്റൽ. എല്ലാവരും കളിക്കാൻ പറ്റില്ല. കുറച്ച് പേരൊക്കെ വീട്ടിൽ പോയി, കുറച്ച് പേരൊക്കെ ഇവിടേക്ക് പോയി. അപ്പോൾ ഇത്രയും പേരൊക്കെ ഒരു കളിക്കും. ബാക്കിയുള്ളവരൊക്കെ നാളെ കളിക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ